ഉള്ളാൾ സഹകരണ ബാങ്ക് കവർച്ച ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കൊള്ളസംഘത്തിൽ നിന്ന് 16 കിലോ സ്വർണം കൂടി അന്വേഷണ സംഘം കണ്ടെടുത്തു. ഇതോടെ 18 കിലോ സ്വർണം വീണ്ടെടുക്കാനായി. ഉള്ളാൾ കോട്ടക്കാർ ബാങ്ക് കവർച്ചാ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരുകണ്ടി തേവരുടെ പിതാവും തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയുമായ ഷൺമുഖ സുന്ദരമാണ് മംഗളൂരു പോലീസിന്റെ പിടിയിലായത്. 16 കിലോഗ്രാം സ്വർണം ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. 12 കോടി രൂപ വില വരും 2 കിലോഗ്രാം സ്വർണം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. ഷൺമുഖ സുന്ദരത്തിൽ നിന്ന് 3.8 ലക്ഷം രൂപയും കണ്ടെടുത്തു. ചോദ്യം ചെയ്യലിൽ ശശി തേവർ എന്നയാളെ കുറിച്ച് വിവരം ലഭിച്ചെന്നും ഇയാൾക്കായി അന്വേഷണം നടക്കുകയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. 2016 തലോജ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട പ്രതികൾ 6 മാസം പദ്ധതിയിട്ടാണ് കവർച്ച നടത്തിയത്. 3 തവണ ഇയാൾ മംഗളൂരുവിൽ എത്തി. കവർച്ചയ്ക്കായി മുംബൈയിൽ നിന്ന് 3 പേർ കാറിലും മറ്റുള്ളവർ ട്രെയിനിലുമാണ് എത്തിയത്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ തമിഴ്നാട്, മുംബൈ എന്നിവിടങ്ങളിലേക്ക് കടന്നു. ഈ മാസം 17-നാണ് ജീവനക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി കോട്ടക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ കവർച്ച നടന്നത്. ചെക്ക് പോസ്റ്റുകളും ടോൾ പ്ലാസകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുരുകണ്ടി തേവർ, ജോഷ്വ രാജേന്ദ്രൻ, കണ്ണൻ, മണി എന്നിവരെ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു.